എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ സുപരിചിതനായ മന്ത്രി കുന്തവും കുടച്ചക്രത്തിനെ കുറിച്ചാണ്. വളരെ സ്നേഹമുള്ളൊരു മന്ത്രിയാണ്. പക്ഷെ ആരും അത്ര അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുന്നില്ല. അദ്ദേഹം നമ്മുടെ കേരള സർവകലാശാലയിൽ അവിടുത്തെ ആ റെക്കോർഡിൽ ഒരു പുതിയ അധ്യായം സൃഷ്ടിച്ചിരിക്കുകയാണ്. അത് ആ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുത്തിരിക്കുകയാണ്. അദ്ദേഹം തന്നെയാണ് അതിൻ്റെ സൃഷ്ടാവ്. അതായത് ഇനി നമ്മുടെ മലയാള ലിപിയിൽ ഒരു പ്രത്യേക പുതിയ വാക്കുകൾ ആഡ് ചെയ്യുന്നുണ്ട്. അതാണ് കുന്തവും കുടച്ചക്രവും. പുള്ളിക്കാരൻ്റെ ഒരു മാസ്റ്റർ പീസായിട്ട് കാണും. ഓരോരുത്തരും ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയി ഒരു ബിരുദം എടുക്കണമെങ്കിൽ വലിയ പാടാണ്. ഇദ്ദേഹം ബിരുദം എടുക്കാതെ തന്നെ അദ്ദേഹത്തിന് കിട്ടിയ ഒരു ടൈറ്റിലാണ് മന്ത്രി കുന്തവും കുടച്ചക്രവും. പാവം ഈ ആരോഗ്യമന്ത്രി എല്ലാവരും ഇങ്ങോട്ട് താങ്ങുമ്പോൾ അവരൊന്ന് താങ്ങി പിടിക്കാൻ കുന്തത്തിനും കുടച്ചക്രത്തിനും സാധിച്ചിട്ടുണ്ട്, നല്ലൊരു ലെവൽ വരെ. അപ്പോൾ അതിന് സഹായിക്കേണ്ട ഒരു സാംസ്കാരിക മന്ത്രിയാകുമ്പോൾ എവിടെ പാളിച്ച വരുന്നു, എവർക്ക് കുഴപ്പങ്ങളുണ്ടാകുന്നു, അവിടേക്ക് പാഞ്ഞെത്തി അവരെ താങ്ങി നിർത്തുന്ന ഒരു ഹാബിറ്റ്സ് നമ്മുടെ എന്താ പറയുക സാംസ്കാരിക മന്ത്രിക്കുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ കയ്യിൽ ഈ രണ്ട് സാധനം കൊണ്ട് കുന്തവും കുടച്ചക്രവും അതിൽ കുന്തത്തിൽ കൂടെ നിർത്തിയിരിക്കും. പുള്ളിക്ക് താങ്ങാൻ പറ്റും. പുള്ളിയുടെ കുന്തം ഉണ്ടല്ലോ, കുന്തത്തിനും കുടച്ചക്രത്തിനും കൂടെ മന്ത്രി അങ്ങോട്ട് താങ്ങി നിർത്തി അങ്ങോട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും. ആര് കണ്ടാലും ഇപ്പോഴത്തെ ഈ പാവം ആ ആരോഗ്യമന്ത്രി ഇങ്ങനെ ഉപദ്രവിക്കേണ്ട കാര്യമില്ല. അവരൊരു സ്ത്രീയല്ലേ, തെറ്റുകുറ്റങ്ങൾ എല്ലാവർക്കും പറ്റും. എപ്പോൾ സംഭവിച്ചു. അപ്പോൾ എന്ത് തന്നെ ആയിരുന്നാലും എന്ത് സംഭവിച്ചാലും എവിടെയും നമ്മുടെ ആരോഗ്യമന്ത്രി ഉണ്ടാകും, ഒപ്പം നമ്മുടെ അപ്പം നേതാവും ഉണ്ടാകും. അവരെല്ലാം എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ആശുപത്രി ആകുമ്പോഴൊരു പനിയും അതും ഇതുമൊക്കെ കാണത്തില്ല, സർവ്വസാധാരണ. അതിനിപ്പോൾ ഈ മനുഷ്യങ്ങളൊക്കെ ആൾക്കാരുടെ നിന്ന് ടെൻഷൻ അടിക്കുന്നത്. ഇത് ഗവൺമെൻറ് ആശുപത്രിയാണ്, അല്ലാതെ പാർട്ടി ആശുപത്രിയല്ല. അതായത് ഗവൺമെൻറ് ആശുപത്രിയിൽ ഇത് പലതും നടക്കും. കാരണം ഗവൺമെൻറ് ആശുപത്രി പല ഫണ്ടൊക്കെ കൊടുക്കും. അത് ധനമന്ത്രി ഇഷ്ടംമാതിരി കോടികൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ കോടികൾ വരേണ്ടടുത്ത് വരില്ല. അത് വലിയ ഡീവിയേഷൻ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. പല ആവശ്യങ്ങളാണല്ലോ. ഈ നേതാക്കന്മാർക്കും ഈ പാർട്ടിക്കാർക്കൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ട, അതിന് ക്യാഷ് വേണമല്ലോ. ഇപ്പോൾ ഈയിടയ്ക്ക് വലിയ ദുരന്തങ്ങളൊന്നും വന്നില്ല. അങ്ങനൊരു ദുരന്തം വന്നിരുന്നെങ്കിൽ ഇത്രയും ദരിദ്രം വരില്ലായിരുന്നു. പല കാര്യങ്ങളും വേഗം നടക്കുമായിരുന്നു. ഇപ്പോൾ ഒരു 24 മണിക്കൂറിനുണ്ടാണ് ഒരു പുതിയ ബ്ലോക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിയ പുതിയ ബ്ലോക്ക് അതിൻ്റെ ഉദ്ഘാടനം നടത്തി. ആ കിടക്കുന്ന സ്ട്രക്ചറും രോഗികളെ എല്ലാം കൂടെ പൊക്കി അങ്ങോട്ടേക്ക് ആക്കി. അതാണ് ഉദ്ഘാടന മഹാമുഖം നല്ലത്. അത് മുമ്പേ ചെയ്യാത്തതിൻ്റെ വർഷങ്ങളായി ചെയ്യാത്തത് മന്ത്രിയുടെ ഡേറ്റ് കിട്ടിയില്ല. അത് ആരോഗ്യമന്ത്രി ഡേറ്റാണോ അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയുടെ ക്യാപ്റ്റൻ്റെ ഡേറ്റാണോ എന്നറിയില്ല. എന്തായിരുന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ അത് ഉദ്ഘാടനം കഴിഞ്ഞു. ഇതൊക്കെ മുമ്പേ ഒന്ന് ചെയ്യാമായിരുന്നു. അത് ചെയ്തിരുന്നെങ്കിൽ ഈ ബിന്ദു ആ പാവം പിടിച്ച സ്ത്രീയൊക്കെ ഇന്ന് മരണപ്പെടേണ്ട കാര്യമില്ല. അതുമല്ല, അതിൽ ഏറ്റവും വലിയ ദുഃഖം കേട് നമ്മുടെ ഈ ആരോഗ്യമന്ത്രിക്ക് ടെൻഷൻ വന്നു. ഓൺ ദ വേ അവസാനം ഇവിടെ നമ്മുടെ കൊട്ടാരക്കര ആശുപത്രിയിൽ പോയി കുറച്ച് സമയം റെസ്റ്റ് എടുക്കേണ്ടി വന്നു. എന്തായാലും അതൊരു സങ്കടകരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇനി നമുക്ക് സന്തോഷമായി നോക്കാം. ആർക്കെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ ഒരു പുതിയ ബിരുദമെടുക്കണമെങ്കിൽ അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കുന്ന യോഗ്യൻ നമ്മുടെ സാംസ്കാരിക മന്ത്രിയാണ്. കാര്യം അദ്ദേഹമാണ് ഈ ഒരു 2 വാചകവും കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത കുന്തവും കുടച്ചക്രവും. സംഭവിച്ചു. ഇനിയെങ്കിലും ഈ ആരോഗ്യമന്ത്രിയെ ഒന്ന് വെറുതെ ഇടുക. അവർ പല രീതിയിൽ അവർ കഴിവ് തെളിയിച്ചവരാണ്. പിന്നെ കുറച്ച് അവർക്ക് ഈ പഴയൊരു മന്ത്രി, ഒരു ആരോഗ്യമന്ത്രി ശൈലജ, അവർക്ക് കുറച്ചധികം
പ്രസക്തി പത്രങ്ങൾ കിട്ടി, അതിൻ്റെ പകുതിയെങ്കിലും ഇവർക്കും വേണമല്ല, അതുകൊണ്ട് തത്രപ്പാടിലാണ്. പിന്നെ ഇവർക്ക് വേറെ കാരണം, ഇവർക്ക് ഒരുപാട് എന്താ പറയുക, ദൈവാനുഗ്രഹമുണ്ട്. കാരണം ഇവരെ ഏറ്റവും കൂടുതൽ ഇവരെ ഈ ലെവൽ കൊണ്ടുവരാൻ സഹായിച്ച മെത്രാന്മാരുണ്ട്, പിന്നെ അങ്ങനെ തന്നെ പലരും അൽമായക്കാരുണ്ട്. അതിൽ കൂടെയാണല്ലോ ഇവർക്ക് ഇങ്ങനെ ഈ ഒരു മന്ത്രിസ്ഥാനം ലഭിച്ചത് തന്നെ. അതിൻ്റെ മുമ്പ് അങ്ങനെ ഒന്നുമില്ല. ഇവർ പാവം ഈ ന്യൂസൊക്കെ എഴുതി അങ്ങനെ വായിച്ച ഒരു ന്യൂസ് റീഡറായിട്ടിരുന്നവരാണത്. ഓർക്കപ്പുറത്ത് നിന്ന് കിട്ടിയ ഒരു ചാൻസാണ് ഈ മന്ത്രി. അപ്പോൾ അതിൽ ആദ്യമായതുകൊണ്ട് പല അപാകതകളും വരും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവർക്ക് കിട്ടിയ ഏറ്റവും വലിയ ശാപം ഈ ആശാന്മാരിൽ നിന്നാണ്. കാരണം ഇവർ ആശാന്മാരെ അത്ര കണ്ട് സ്നേഹിച്ചു. ഇവരെ ആശാന്മാരെ ഇവർ പറഞ്ഞ് പല ചർച്ചയ്ക്കും വിളിച്ചു. പലപ്പോഴും ഒരു ചർച്ചയ്ക്ക് ഒരു വരിയില്ല. അവരവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ അയച്ചു. അതിൻ്റെ ശാപം കിട്ടിയെന്നാണ് പറഞ്ഞത് ഈ ആശാന്മാരുടെ. ഇനിയിപ്പോൾ അടുത്ത രണ്ടാമത്തെ ശാപം ഏറ്റുവാങ്ങാൻ പോണ കുന്തത്തിനും മന്ത്രി കുന്തം കുടച്ചക്രത്തിനാണ്. അതും ചിലപ്പോൾ വൈകാതെ തന്നെ ശാപം കിട്ടും. അതുകൊണ്ട് മന്ത്രി കുന്തവും കുടച്ചക്രം ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. സാധിച്ചാൽ ആശാന്മാരുടെ മുന്നിലൊന്നും പോയി പെട്ടേക്കരുത്, ബുദ്ധിമുട്ടാണ്. ഈ മുന്നിൽ പോയി പെടാതെ തന്നെ ഒളിഞ്ഞിരുന്നു കൊണ്ടുള്ള പല എന്താ പറയുക ആരോപണങ്ങളും ഈ ആശാന്മാരുടെ മുകളിൽ ആരോപിച്ച അതിൻ്റെ ഫലമാണ് ഇന്ന് ആരോഗ്യമന്ത്രിക്ക് ഇങ്ങനെയുള്ളൊരു ഗതികേടുണ്ടായത്. സോ എല്ലാവരോടും പറയുന്നത് ഈ ആശാന്മാരിൽ നിന്ന് കുറച്ച് അകലം പാലിക്കുക. അങ്ങടേക്കൊന്നും ഇപ്പോൾ പോകണ്ട. സംഭവിച്ചു. ഇനി നമ്മുടെ ആരോഗ്യമന്ത്രി വളരെ പെർഫെക്റ്റ് ആയിരിക്കും. കാര്യങ്ങൾ അത്ര വളരെ ഗൗരവമായിട്ട് ഇമ്മീഡിയറ്റ് ആക്ഷനായിരിക്കും ഇനി ഉണ്ടാകുക. കാരണം ഒരു പ്രധാന കാര്യം, ഇപ്പോൾ ഈ ക്യാപ്റ്റൻ ഇവിടെ ഇല്ല. ഒരു 10 ദിവസം വരെ ഇവിടെ കേരളം ഫ്രീ ആയിരിക്കും. അപ്പോൾ മന്ത്രിക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. കാര്യങ്ങൾ വേണ്ട പോലെ സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ബലം തരാൻ വേണ്ടി. എല്ലാവരും ഇത്രയൊക്കെ സംഭവിച്ചല്ലോ. ആ ബിന്ദുവിൻ്റെ കുടുംബം അവരെ കുറച്ച് കാശെന്തെങ്കിലും കൊടുത്താൽ അവരുടെ ദുഃഖം അങ്ങ് മാറ്റി സാധിക്കുന്ന. കാരണം അതും കൊടുക്കേണ്ടത് ഈ പാവപ്പെട്ടവൻ്റെ നികുതി കാശ് തന്നെയാണ്, അല്ല ഇവരുടെ ആരും കുടുംബം കൊണ്ടുവന്നതല്ലല്ലോ. അപ്പോൾ മന്ത്രി വാസവൻ അദ്ദേഹം കണ്ട് പൈസയൊക്കെ കൊണ്ട് കുറച്ച് കൊടുത്തെന്ന് പറഞ്ഞ് ബാക്കിയെല്ലാം സമാധാനമായിട്ട് പരിഹരിക്കാം. ആരൊക്കെയോ പറഞ്ഞതുകൊണ്ടുണ്ട് അത് ബോധോദയുണ്ട്. ഇന്നലെ എങ്ങാണ്ട് ശവസംസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് എന്തോ അവർ വിളിച്ച് കുശലപ്രശ്നമൊക്കെ നടത്തി വേണ്ടതൊക്കെ പരിഹരിക്കാമെന്നൊക്കെ പറഞ്ഞു എന്ന് കേൾക്കുന്നത് നല്ലത് തന്നെ. ഒരു മന്ത്രിയുടെ സ്ഥാനത്ത് നിന്ന് അത്രയ്ക്ക് ചെയ്തിരിക്കണം. ഇത് കൂടുതൽ ഇതിനെപ്പറ്റി പറയാനില്ല. എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ചാനലിൽ തുറന്ന് ചെയ്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. സംഭവിച്ചു. ഇനി നമ്മുടെ ഈ ആശാന്മാരോടും പറയുന്നു, നിങ്ങൾ ഇനി ശപിക്കരുത് ആരോഗ്യമന്ത്രിയെ. പാവം അവർക്ക് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. നമുക്കൊരു ആരോഗ്യമന്ത്രി വേണം അടുത്ത ഇലക്ഷൻ വരയ്ക്കെങ്കിൽ. അവരവിടെ തുടരട്ടെ. അതുപോലെ മന്ത്രി കുന്തവും കുടച്ചക്രവും. കാരണം അങ്ങനെ സാംസ്കാരികം തന്നെ എവിടെ ഒരു ബുദ്ധിമുട്ട് അങ്ങടേക്ക് ഓടിയെത്തണം. അങ്ങനെ എത്തി അങ്ങേരം പറഞ്ഞു കഴിഞ്ഞ് ഗവൺമെൻറ് ആശുപത്രി പലപ്പോൾ പഞ്ഞി കാണത്തില്ല, മരുന്ന് കാണത്തില്ല. ഇതൊക്കെ സ്വാഭാവികമാണ്. അതൊക്കെ അങ്ങോട്ട് സഹിച്ചുകൊണ്ടാൽ മതിയെന്ന് പറയാം. ഓക്കെ, കാണാം വീണ്ടും. എനിക്ക് ഈ 2 മന്ത്രിമാരെ കുറിച്ച് അവരുടെ ഇന്നത്തെ കണ്ടീഷനെ കുറിച്ച് പറയണമായിരുന്നു. അത് മന്ത്രിയെ കൂടുതൽ ഉപദ്രവിക്കരുത്. ആരോഗ്യമന്ത്രിയെക്കുറിച്ച് ടെൻഷനാണ്. ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ഷീ വിൽ ബിക്കം നോർമൽ. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ.